വിപ്ലവം ജയിച്ച ഉടൻ തന്നെ ഇന്ത്യൻ നേതൃത്വവുമായി ബന്ധപ്പെടാൻ അദ്ദേഹം ചെഗുവേരയെ ന്യൂഡൽഹിയിലേക്ക് അയച്ചിരുന്നു. ചേരിചേരാ പ്രസ്ഥാനത്തിൽ ക്യൂബ ഏറ്റവും സജീവമായ അംഗമായി മാറിയത് ഇന്ത്യയുടെ കൂടി ഇടപെടലിൻ്റെയും ഇന്ത്യയോടുള്ള സൗഹൃദത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് കൂടിയായിരുന്നു. ഡൽഹിയിൽ നടന്ന ചേരിചേരാ ഉച്ചകോടിയിൽ ഫിദലിൻ്റെ ആവേശകരമായ സാന്നിധ്യം അക്കാലത്ത് വലിയ ലോക ശ്രദ്ധയാണ് നേടിയത്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി അദ്ദേഹത്തിന് വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദത്തിന്റെ സ്മരണയ്ക്കായി 1980-കളിൽ ക്യൂബയിൽ ജനിച്ച ഒട്ടനവധി പെൺകുട്ടികൾക്ക് ഇന്ദിര എന്ന് അവിടുത്തെ മാതാപിതാക്കൾ പേരിട്ടിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തൻ്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് ഇന്ത്യ ചേരിചേരാ പ്രസ്ഥാനത്ത് നിന്ന് അകന്ന് അമേരിക്കയോട് അടുക്കാൻ തുടങ്ങിയത് ഫിദൽ കാസ്ട്രോവിന് വലിയ വിഷമമാണ് ഉണ്ടാക്കിയിരുന്നത്. എങ്കിലും ഇന്ത്യയുമായുള്ള ബന്ധത്തിന് ക്യൂബ എല്ലാ കാലത്തും വലിയ പ്രാധാന്യം നൽകിയിരുന്നു. 2006-ൽ ഫിദൽ കാസ്ട്രോ രോഗബാധിതനായപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ അനുവാദം ചോദിച്ച ചുരുക്കം ചില വിദേശ നേതാക്കളിൽ ഒരാൾ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. അവസാന ശ്വാസം വരെയും തൻ്റെ അവസാനത്തെ നിമിഷം വരെയും അമേരിക്കയുടെ എല്ലാ നിലപാടുകളിലും സംശയാലുവായിരുന്നു സഖാവ് ഫിദൽ. അമേരിക്കയിലെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു വെറും തട്ടിപ്പാണെന്ന് അദ്ദേഹം എല്ലാ കാലത്തും പറയുമായിരുന്നു. ജനങ്ങളുടെ ഭൂരിപക്ഷ വോട്ട് കിട്ടാത്തവർ പോലും പ്രസിഡന്റ് ആവുന്ന അമേരിക്കൻ രാഷ്ട്രീയ മാതൃകയേക്കാൾ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം സുരക്ഷിതമാക്കുന്ന വിപ്ലവ മാർഗമാണ് അല്ലെങ്കിൽ വിപ്ലവ മാതൃകയാണ് ശരിയെന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു. ലോകത്തിന് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ മൂക്കിന് തുമ്പിൽ നിന്നുകൊണ്ട് സ്വന്തം നാടായ ക്യൂബയെ ലോകത്തിൻ്റെ ഏറ്റവും മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ മാതൃകയാക്കി മാറ്റിയ വീരനായകനാണ് ഫിദൽ കാസ്ട്രോ എന്ന് ഒറ്റ വാക്കിൽ അദ്ദേഹത്തെ കുറിച്ച് പറയാം. ഒളിമ്പിക്സ് വേദികളിൽ ചുവന്ന പതാക ഉയർത്തിപ്പിടിച്ച കായിക വീരന്മാരെയും ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് സൗജന്യമായി മരുന്നുമായി എത്തുന്ന ഡോക്ടർമാരെയും വാർത്തെടുത്തത് ഫിദലിൻ്റെ ഈ വിപ്ലവ വീര്യവും ഇച്ഛാശക്തിയും സോഷ്യലിസ്റ്റ് പാതയിലുള്ള ഉറച്ച വിശ്വാസവും തന്നെയായിരുന്നു.